ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹൈ പ്രോട്ടീൻ സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത്. നമ്മൾ ചിക്ക് പീസ് കൊണ്ടാണ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ള കടലയാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ 3-4 മണിക്കൂർ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് സോഫ്റ്റ് ആക്കി എടുത്ത കടലയാണ് നമ്മൾ സാൻഡ്വിച്ചിന് യൂസ് ചെയ്യണത്. നമ്മളൊരു 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര സാൻഡ്വിച്ചിനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കടലയുടെ ക്വാണ്ടിറ്റി. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു വിസ്കോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്കോ ഒക്കെ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്യുക. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മാഷായിട്ട് പോവും വേണ്ട കേട്ടോ. പിന്നെ നമുക്കതിലോട്ട് ഒരു അല്പം ചോപ്പ് ചെയ്ത ഉള്ളി, അതേപോലെ 3 കളർ ക്യാപ്സിക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം മല്ലിയിലും അതേപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സും എരിവിന് വേണ്ടിയിട്ട്. ഇനി നമുക്കതിലോട്ട് ലെബനാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ലെബന ഇല്ലെങ്കിൽ തിക്ക് യോഗട്ട് വേണമെങ്കിലും നമുക്ക് ലെബനയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരല്പം സാൾട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രൗൺ ബ്രെഡിന് പകരം വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബ്രെഡിന്റെ മേലിലായിട്ട് ലെറ്റ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ച സാൻഡ്വിച്ചിന്റെ മിക്സും കൂടി സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ബ്രെഡിന്റെ മേലിലായിട്ട് ലെറ്റ്യൂസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ മേലിലായിട്ട് നമ്മൾ നമ്മുടെ മിക്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റേ 2 ബ്രെഡ് ഇതിന്റെ മേലിലായിട്ട് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സാൻഡ്വിച്ച് നമുക്ക് അല്പം ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. സാൻഡ്വിച്ചിന്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ടിങ് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഹൈ പ്രോട്ടീൻ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.